ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേമ്പോ എന്ന സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ പോയും ജുന്നും ഡീലാനും നാനോയും പെപ്പറും കൂടി ഇരുന്നിട്ട് എങ്ങനെ തേമിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഈ ഒരു ബാൻഡ് ഡിസ്ബാൻഡ് ആവുന്നതിൽ നിന്ന് സിറ്റുവേഷൻ മാറ്റാം എന്നൊക്കെയായിരുന്നു ഇവർ ആലോചിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജുന്നാണെങ്കിൽ ഇവരുടെ ആ ഒരു പെർഫോമൻസ് കോൺസേർട്ട് നടക്കുന്നതിൻ്റെ ലിസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ 4 ഇവൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒന്ന് ഇവരുടെ പെർഫോമൻസ്, വേറൊന്ന് ഇവർ ഫാൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു ഫൺ മൊമെൻറ്റ്, പിന്നെ ഒന്ന് ഇവരെല്ലാവരും ഒരു സ്പീച്ച് കൊടുത്തിട്ട് ഇമോഷണൽ ആവുന്ന മൊമെൻറ്റ്, പിന്നെ വേറൊന്ന് ആ ഗ്രൂപ്പ് എല്ലാവരോടും ഗുഡ് ബൈ പറയുന്ന ലാസ്റ്റ് മൊമെൻറ്റ്. ഈ മൊമെൻറ്റിലൊന്നും തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഒരു 4 മൊമെൻറ്റേ നമുക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അതേസമയം പെപ്പർ പക്ഷേ മിക്കൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് തേമിനോട് ഒരിക്കൽ പോലും സംസാരിക്കാൻ പറ്റില്ല എന്നാണെന്ന് പറയാണ്. ആ സമയം നാനോയും അതെ ഞാനും കേട്ടു, തേമിന് നമ്മൾ 4 പേരെയും പോലെ ആയിരിക്കത്തില്ല, വേറെ സെപ്പറേറ്റ് ഡ്രസ്സിങ് റൂമായിരിക്കും, ബാക്ക് സ്റ്റേജിൽ നിർത്തുമ്പോഴും അവനെ മാറ്റിയായിരിക്കും നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനേ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ഡീലാനും. അപ്പോൾ അങ്ങനെ എനിക്കും തോന്നുന്നത്, കാരണം നമുക്ക് ആകെ ഒരുമിച്ച് കിട്ടുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴാണ്. പക്ഷേ ആ സമയത്ത് സ്ക്രിപ്റ്റ് അനുസരിച്ച് പെർഫോം ചെയ്യാൻ മാത്രമേ നടക്കത്തുള്ളൂ, അല്ലാതെ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പോയപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് അവനുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഈ സ്ക്രിപ്റ്റിൽ ചെറിയൊരു മാറ്റം വരുത്തണം, അതിന് പറ്റിയ ടൈം ഇതാണെന്ന് പറഞ്ഞിട്ട് തേമിൻ്റെ സോളോ പെർഫോമൻസ് നടക്കുന്ന ടൈമിനെ പറ്റി പറയാണ്. ആ സോളോ പെർഫോമൻസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്ലേ ആവും, പക്ഷേ ഞാനാണെങ്കിൽ മറ്റൊരു ഡോക്യുമെൻ്ററി എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്താ പ്ലേ ആകാൻ പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയാണ് ജുന്നപ്പോൾ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, നീ എഡിറ്റ് ചെയ്ത ആ ഡോക്യുമെൻ്ററിയും ഇപ്പോൾ കിടക്കുന്ന ഡോക്യുമെൻ്ററിയും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറയാണ്. ആ സമയം പെപ്പർ അത് മിക്കിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മിക്ക് ആ ഒരു കാര്യം ശരിക്കും ചെയ്യുന്നത് നമ്മളവിടെ കാണിക്കുന്നുണ്ട്. അയാൾ ശരിക്കും അവർക്ക് വേണ്ടത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു സംസാരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഡീലാനാണെങ്കിൽ എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ആ ഒരു ഡോക്യുമെൻ്ററി പ്ലേ ആയി കഴിഞ്ഞ ആ സ്പോട്ടിൽ സ്റ്റേജ് മൊത്തം നമ്മുടെ കൺട്രോളിലാവണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ എങ്ങനെ നോക്കുമ്പോൾ ഡീലാൻ ഒരു ബുക്ക് എടുത്തിട്ട് എന്തോ എഴുതിയോ വരച്ചോ കാണിക്കുന്നുണ്ട്, അതെന്താ നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ അത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും അതൊരു അടിപൊളി ഐഡിയ ആണെന്ന് മനസ്സിലായിട്ട് പോയിനെ നോക്കിയിട്ട് ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലാണ്, നിനക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതാണ് നമ്മുടെ മറുപടി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഉറപ്പായിട്ടും ചെയ്യും, എന്തൊക്കെ സംഭവിച്ചാലും ശരി തേമും നിങ്ങളും ഒന്നിച്ചിരിക്കും, തേമിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കോൺസേർട്ടിൻ്റെ ദിവസമാണ്. കോൺസേർട്ടിന് കുറേ നേരം മുമ്പ് തന്നെ ഓരോ ഫാൻസായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മാർസ് ഗ്രൂപ്പിൻ്റെ ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടിടുന്നുണ്ട്, കുറേ പേര് സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ അവിടെ തിരക്കായിട്ടിരിക്കുകയാണ്. CEO അവിടെ തന്നെയുണ്ട്. അവിടെ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്യുന്ന ടീമിൻ്റെ അടുത്തൊക്കെ തന്നെ നിങ്ങളെല്ലാവരും ഒരു മിസ്റ്റേക്കും വരാതെ വേണം എല്ലാം ചെയ്യാൻ, കാരണം കൊറിയയിലെ ടീം ലൈവ് സ്ട്രീമായിട്ട് പ്രോഗ്രാം കാണുന്നതായിരിക്കും, അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം മിക്കും വന്നിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് CEO ചോദിക്കുന്ന ടൈമിൽ മിക്കും എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ കാണിക്കുമ്പോൾ തേയിമാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെയുണ്ട്, പക്ഷേ ഇവരെല്ലാവരും ഡിസ്റ്റൻസ് ഇട്ടാണ് നിർത്തിയിരിക്കുന്നത്. എന്നാലും ജുന്നാണെങ്കിൽ തേയിമിനെ വിളിച്ചിട്ട് തേയിം ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പെപ്പറും അത് തന്നെ അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. തേയിം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷം സ്റ്റേജിൽ എൻ്റർ ആവുന്ന ടൈം ആകുമ്പോൾ എല്ലാവരും എൻ്റർ ആവുന്നുണ്ട്. പ്രോഗ്രാം കാണാൻ ബൈഫോണൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ ഗ്യാമ് വന്നിട്ടില്ല. ബൈഫാണ് ഗ്യാമിൻ്റെ സീറ്റ്. ഗ്യാമാണെങ്കിൽ അവരുടെ കമ്പനി തന്നെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട് സീറ്റിലൊരു സീറ്റ് ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ ആ സീറ്റ് ഒഴിവാക്കി കിടക്കുന്ന കണ്ടിട്ട് ഗ്യാമാണെങ്കിൽ തേയുടെ അടുത്ത് അല്ല എന്തുകൊണ്ടാണ് ഇവിടെ ഗ്യാം ഇല്ലാത്തതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ ഗ്യാമിന് വരാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നേരത്തെ അറിയിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഗ്യാം വരാത്തതിൽ നമ്മുടെ വൈഫാണൊരു സങ്കടമുണ്ട്, കാരണം വൈഫാണെങ്കിൽ ഇവരുടെ ഫാനുമാണ്. ഇവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമാണിപ്പോൾ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇവർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫൺ മൊമെൻ്റായിട്ട് ഫാൻസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കുറേ പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്. CEO ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ തേമിൻ്റെ സോളോ പെർഫോമൻസും കൂടെ കഴിയുമ്പോൾ ഡോക്യുമെൻ്ററി പ്ലേ ആവുന്നുണ്ട്. ഡോക്യുമെൻ്ററി അങ്ങനെ ഈ മെമ്പേഴ്സ് എല്ലാവരും തന്നെ സ്റ്റേജിൻ്റെ അങ്ങ് അറ്റത്തിരുന്ന് ഇവരും കാണുന്നുണ്ട്, ഫാൻസും കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പ് ജോയിൻ ചെയ്ത ടൈമിന് ഇവരെല്ലാവരെയും കൊടുത്ത സ്ക്രിപ്റ്റ് അവരിങ്ങനെ പറയുന്നത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം സാധനം ഇവിടെ പ്ലേ ആവുകയാണ്. പ്ലേ കഴിയുമ്പോൾ പെട്ടെന്ന് വീഡിയോ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ CEO ആണെങ്കിൽ ഒരു ബാക്ക് സ്റ്റേജിലെ മെമ്പറിനെ വിളിച്ചിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. ആ സമയം തന്നെ പെട്ടെന്ന് വീഡിയോ ഓൺ ആകുമ്പോൾ അവരാണെങ്കിൽ ആ തിരിച്ച് വന്നു മാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നാൽ അപ്പോൾ പ്ലേ ആവുന്ന വീഡിയോ ഇതുവരെ ആരും കാണാത്തൊരു വീഡിയോ ആയിരുന്നു. അതിൽ നമ്മുടെ തെയ്യം ഒഴിച്ചിട്ട് ബാക്കി 4 മെമ്പേഴ്സ് ഇരുന്നിട്ട് തെയ്യം ഇത്രയും നേരം നമ്മൾ സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നാൽ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾ പറയാൻ പോവാം, എന്തൊക്കെ സംഭവിച്ചാലും ശരിയും നിന്നെ ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അവിടെ ഓഫ് ആവുന്നുണ്ട്. ഫാൻസ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ഈ
അടിപൊളി മാഷ് എപ്പോഴും ഒരുമിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ബൈഫോണും ഒക്കെ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ തേമിനാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെ പ്ലാൻ നമ്മുടെ തേമിന് അറിയത്തില്ലായിരുന്നു. ഇത് കാണുമ്പോൾ സിഇഒയ്ക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് തേമിനെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഇവർ പ്ലാനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ ഇവർ നാലുപേരും തേമിനെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് തേമിനെയും കൊണ്ട് സ്റ്റേജിൻ്റെ അങ്ങ് സെൻട്രലായിട്ട് കൊണ്ട് നിർത്തിയ ശേഷം അവൻ്റെ അടുത്ത് തേയും ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ഉടനെ തന്നെ നിനക്കെല്ലാം മനസ്സിലാവുമെന്ന് അവർ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളിനി ഒരു കളി കളിക്കാൻ പോവുക, നിനക്കും ഉടനെ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിർത്തിയിട്ട് ഇവർ നാലുപേരും ഇറങ്ങി ഓടുവാണ്. ഇവർ ഓടുവാണെന്ന് പറയുമ്പോൾ ഫാൻസ് ഇരിക്കുന്ന അതായത് ഫാൻസ് നിന്ന് പ്രോഗ്രാം കാണുന്ന സ്ഥലത്ത് അങ്ങോട്ടേക്ക് അതിൻ്റെ ഇടയിലേക്കൊക്കെ ഓടുവാണ്. അതേസമയം സിഇഒ ചെന്നിട്ട് ഇവർ അഞ്ചുപേരെയും പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം മനസ്സിലായി ഇവരെ പ്ലാനാണിത്, ഇവനെ വിടാതിരിക്കാനുള്ള പ്ലാനാണെന്ന്. അങ്ങനെ ബിഹൈൻഡ് ദ സീൻസിലുള്ള എല്ലാവരും തന്നെ ഇവരെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാവരും തന്നെ ഫാൻസിൻ്റെ ഇടയിലേക്ക് ഓടുവാണ്. അപ്പോൾ ഇവർ ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഇവർ നാലുപേരും നാല് ദിശയിൽ കൂടെ ഫാൻസിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നുണ്ട്. ഇതേസമയം തെയ്മാണെങ്കിൽ ആ സെൻട്രിൽ നിന്ന് സ്റ്റേജിൻ്റെ താഴേക്ക് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവൻ ബാക്ക് സ്റ്റേജിൽ സ്റ്റേജിൻ്റെ ആ ഒരു താഴ്ഭാഗത്തോട്ട് എത്തുന്നുണ്ട്. എന്നാൽ ബിഹൈൻഡ് ദ സീൻസിൽ എല്ലാവരും തന്നെ അവരുടെ പുറകെ പോയതുകൊണ്ട് ഇവനെ വന്ന് പിടിക്കാനായിട്ട് ആരുമില്ല. ആ ടൈം നോക്കിയിട്ട് ബിഹൈൻഡ് ദ സീൻസിലേക്ക് ഒരു വർക്കറായിട്ട് കയറി പറ്റിയ നമ്മുടെ പോയാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ ഇവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പോയാണെങ്കിൽ തേമിൻ്റെ അടുത്ത് തേയും ഇത് ഞാനും പിന്നെ നിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാ. നിനക്കിപ്പോൾ കാര്യമൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ നീ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും വെറുതെ പോരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ പിടിക്ക്, അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ എക്സിറ്റാണ്, നിനക്ക് അതുവഴി പോകാൻ പറ്റും, ഇങ്ങോട്ടേക്ക് വേണം പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറും സംഭവം എന്തൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് പോകാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം പോയിനെ ഇപ്പോൾ കാണുമ്പോൾ തേയും അവനെ തന്നെ നോക്കി നിന്നിട്ട് പോയത് ശരിക്കും നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അതേന്ന് പറയാണ്. അതേസമയം അങ്ങോട്ടേക്ക് ഇവനെ അന്വേഷിച്ച് 2-3 ബാക്ക് സ്റ്റേജിൽ മെമ്പേഴ്സ് വരുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് പോയാണെങ്കിൽ തേയും ടൈമില്ല നീ ഇപ്പോൾ പോകാൻ പറഞ്ഞിട്ട് തേമിന് ആ എക്സിറ്റ് കാണിച്ചു കൊടുത്തിട്ട് അതുവഴി അവനെ പുറത്തേക്ക് വിടുന്നുണ്ട്. പോയി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം മിങ്ങും തേയും കൂടെ ആയിട്ട് ഇപ്പോൾ സിഇഒയോട് സംസാരിക്കുമ്പോൾ സിഇഒ എന്താ സംഭവം, എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്, ആ കൺട്രോൾ റൂമിൽ ആരായിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവർ സംസാരിക്കുന്ന ടൈമിന് അവരാണെങ്കിൽ അത് പിന്നെ അറിയത്തില്ല, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം, പിന്നെ ഇപ്പോൾ മെമ്പേഴ്സിനെ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ ബാക്ക് സ്റ്റേജിലെ ആൾക്കാരെല്ലാവരും അവരെ തപ്പി പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ സ്റ്റേജിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിഇഒ ശരി പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്നതായിട്ട് മിങ്ങിനെ കൺട്രോൾ റൂമിലേക്ക് പറഞ്ഞേക്കാണ്. തേയിനെ സിഇഒരെ കൂടെ നിർത്തിയിട്ട് അവിടെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഏരിയ, അതായത് ഓപ്പണായിട്ടിരിക്കുന്ന കമ്പ്യൂട്ടർ എല്ലാം സ്റ്റേജിൻ്റെ സൈഡിലിരിക്കുന്ന അവിടെ ചെല്ലുവാണ്. സിഇഒ സ്റ്റാർട്ടിങ് തൊട്ടേ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ. എന്നാൽ ബാക്ക് സ്റ്റേജിൽ ഒരു മെമ്പറായിട്ട് കയറി പറ്റിയ നമ്മുടെ പോയും സിഇഒയുടെ തൊട്ടടുത്തിരുന്നിട്ടാണ് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു ഡോക്യുമെൻ്ററിയിൽ വീഡിയോ മാറ്റി പ്ലേ ചെയ്തത്. അതേസമയം മെയിൻ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് മിക്കാണ്. ആ സമയമാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവരെല്ലാവരും പ്ലാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ടൈമിന് നമ്മുടെ ഡീലാനാണെങ്കിൽ സ്റ്റേജ് മൊത്തം നമ്മുടെ കൺട്രോളിൽ വരണമെന്ന് പറയുമ്പോൾ പെപ്പർ അപ്പിനെ കൺട്രോൾ റൂമിൽ ഇരുന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കറക്റ്റ് ടൈമിന് പവർ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരാൾ വേണമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം അത് മിക്ക് ചെയ്യുന്നുള്ള രീതിയിൽ വന്നിട്ടാണ് ഇപ്പോൾ മിക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ തേയും സിഇഒയും കൂടെ ആയിട്ട് അവിടെ ഓപ്പണായിട്ടിരിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പെട്ടെന്ന് സെറ്റ് ചെയ്യാനൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മിങ്ങാണെങ്കിൽ തേയിനെ മൈക്രോഫോൺ വഴി അറിയിക്കുന്നുണ്ട് കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മിക്കും പോയുമാണെന്ന്. അതേ സെയിം കാര്യം ഇപ്പോൾ സിഇഒയുടെ അടുത്ത് പറയുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത് മിക്കും പോയുമാണെന്ന്. സിഇഒ മിക്കും പോയുമായിരിക്കും അവിടെ ഉണ്ടാകുന്നതെന്ന് തീരെ പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം തേയുടെ അടുത്ത് നമുക്കാണെങ്കിൽ ഇതിൻ്റെ കൺട്രോളും എല്ലാം തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പറ്റും, കണക്ഷൻ മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ ഷെഡ്യൂളുള്ള പോലെ തന്നെ സംഭവങ്ങൾ കൺട്രോളിലേക്ക് ഇടാൻ പറ്റും, പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിഇഒ എങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബാക്ക് സ്റ്റേജിലെ മെമ്പറിൻ്റെ അടുത്ത് കൊറിയൻ ടീം കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിൻ്റെ ലിങ്ക് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്, അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിഇഒ തേരെടുത്ത് ഇവർക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയാമല്ലോ, എന്തൊക്കെ സംഭവിക്കുന്നു എനിക്ക് കണ്ടറിയണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേസമയം മിങ്ങാണെങ്കിൽ കൺട്രോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡോർ തുറക്കാനായിട്ട് പറയാണ്. എന്നാൽ മിക്കും പോയും ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് അകത്തിരുന്നുകൊണ്ട് കൺട്രോൾ റൂമിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ സ്വിച്ച് ഓൺ ചെയ്തിട്ട് സ്റ്റേജിൽ ലൈറ്റ് മൊത്തം ഇടുന്നുണ്ട്. അപ്പോൾ മാർസ് ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റേജിൽ കയറുമെന്ന് കരുതിയിട്ട് ഫാൻസ് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്. സിഇഒയും എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ സോങ് പ്ലേ ആകുമ്പോൾ ഫാൻസ് എല്ലാവരും കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു സൈഡിൽ സ്പോട്ട് ലൈറ്റ് ഒഴിവാണ്. അവിടെ നമ്മുടെ ഡീലാൻ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് സ്റ്റേജിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇവരെല്ലാവരും ഫാൻസിൻ്റെ ഇടയിലോട്ടാണ് മാറി മാറി ഓടിയത്. അപ്പോൾ ഡീലാൻ അവിടെ നിന്നത്. അങ്ങനെ അവിടെ സ്പോട്ട് ലൈറ്റ് വീഴുമ്പോൾ ഡീലാൻ പാട്ട് പാടി തുടങ്ങാണ്. നെക്സ്റ്റ് വേറെ എൻറ്റി നോക്കുമ്പോൾ നാനോയുടെ ഭാഗം വരുമ്പോൾ അവിടെ സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അവൻ പാടുന്നുണ്ട്. അതേ സെയിം തന്നെ ജുനിനും പെപ്പറിനും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നാലുപേരും ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ പാടി സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. അടുത്ത് സ്പോട്ട് ലൈറ്റ് വീഴുന്നത് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ്. അവിടെ തേയും ഉരുപ്പുണ്ട്. അങ്ങനെ ഇവർ
5 പേര് ഒരുമിച്ച് സോങ് പാടിയിട്ട് പാട്ട് തീരുമ്പോഴത്തേക്കും നമ്മുടെ BTSൽ 7 മെമ്പേഴ്സുകളുണ്ട്. OT7 എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ 5 മെമ്പേഴ്സ് ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഫാൻസിലാരും OT5 എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ പോയ്ക്കും ബൈഫേണിനും മിക്കിനും ഒക്കെ സന്തോഷമായിട്ട് ഇവർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം CEOയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ 5 പേര് നടന്നു വരികയാണ്. ആ സമയം CEO ഇവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CEO എന്നിട്ട് ഇവരെ കാണുന്നത് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ കാരണം കോൺസേർട്ട് കുളമായില്ലേ, എന്തൊക്കെ നഷ്ടം ഉണ്ടായിന്ന് പറയുന്നുണ്ട്. ആ സമയം ചുന്നെ അത് പിന്നെ ഞങ്ങളാണ് ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ CEO വേണ്ട, ഇനി ഒന്നും പറയണ്ട, നിങ്ങളുടെ ഗ്രൂപ്പ് ഇവിടെ വെച്ച് നിൽക്കുവാണ്, ഇനി നിങ്ങളുടെ ഗ്രൂപ്പിന് നമ്മുടെ കമ്പനിക്ക് വേണ്ട. അതേപോലെ തന്നെ നിൻ്റെ ആ ഒരു പ്രോഗ്രാമാണെങ്കിൽ കൊറിയൻ ടീം കണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ നീയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തു. സോ ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ 5 പേര് ഈ കമ്പനിയിൽ നിന്ന് പൊക്കോ. പിന്നെ കമ്പനിക്ക് ഉണ്ടായ നഷ്ടം, ആ നഷ്ടം നിങ്ങൾ 5 പേര് നിങ്ങളുടെ പേരിൽ തന്നെ പൈസ കൊടുത്ത് തീർക്കേണ്ടതാണ്. നിങ്ങൾ 5 പേരും ഇനി വണ്ടർ എൻ്റർടൈൻമെൻറ്റ് ആർട്ടിസ്റ്റേ അല്ല എന്ന് പറഞ്ഞിട്ട് CEO പോകാൻ നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തെയ്യമാണെങ്കിൽ പക്ഷേ പകുതിക്ക് വെച്ചിട്ട് ആ കൊറിയൻ ടീമുമായിട്ടുള്ള ലൈവ് സ്ട്രീമിൻ്റെ ലിങ്ക് കട്ട് ചെയ്തതല്ലേ, അപ്പം നടന്ന പരിപാടി മൊത്തം അവർ കണ്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാ പിന്നെ കള്ളം പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം CEO അത് പിന്നെ നിങ്ങളിനി ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്കാണെങ്കിൽ ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത്, സെപ്പറേറ്റ് നിൽക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് കമ്പനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുകയാണ്. അപ്പോഴത്തേക്കും അവർ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഇതൊന്നും വിഷമമുള്ള കാര്യമല്ല, കാരണം ഇവർ 5 പേരും ഒരുമിച്ചുണ്ടായിരിക്കണം, അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ CEO അത് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ഇവർ 5 പേര് സന്തോഷിച്ച് ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പോയിനെയും ബൈഫേണിനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ്. ആ സമയം ബൈഫേൺ ഇതെല്ലാം നിൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പോയാണെങ്കിൽ എൻ്റെ ഒറ്റയ്ക്കുള്ള പ്ലാനല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തതെന്ന് അറിയുമ്പോൾ ബൈഫേണാണെങ്കിൽ ഞാൻ മാഴ്സിൻ്റെ ഫാനായതിനു ശേഷം എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് കോൺസേർട്ട് ഇതായിരുന്നു. പക്ഷേ ഒരു വിഷമം എനിക്ക് തോന്നി, അതായത് ആ ഇമോഷണൽ മൊമെൻറ്റിൻ്റെ ടൈമിൽ അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ വെച്ചിട്ട് അവർ പറയുന്നത് ചെയ്തിട്ട് അവരുടെ ലൈഫിലെ സന്തോഷം പോയി എന്ന് അവർ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി നമ്മൾ ഫാൻസ് എല്ലാവരും പറയുന്ന പോലെ ചെയ്തിട്ട് അവർക്ക് തീരെ സന്തോഷമില്ലാതായെന്ന്. അതോ ഞാൻ കാരണമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരുമ്പോൾ അവർ സന്തോഷം പോയതാണോ, ഞാനൊക്കെ കാരണമാണോ അവർ സന്തോഷം പോയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെയൊന്നും ഇല്ല, നീ വിഷമിക്കാതെ എന്ന് പറയാണ്. അതേസമയം ബൈഫോൺ അതുമാത്രമല്ല പെപ്പറും ഗ്യാമും തമ്മിൽ റിലേഷനാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു. എന്നാൽ ആ പ്രസ് കോൺഫറൻസിന് ശേഷം അവൻ ഒരിക്കൽ പോലും നേരെ ചിരിക്കുന്നത് അല്ലെങ്കിൽ റിയലായിട്ടൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെന്തോ എനിക്ക് ഒരുപാട് ഹേർട്ടാക്കുന്നൊരു സംഭവമായിരുന്നു. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഗ്യാം ഇരിക്കേണ്ട ചെയറിൽ അവൻ നോക്കുന്നുണ്ടായിരുന്നു അവളുണ്ടോയെന്ന്. എന്നാൽ അവളില്ലായിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, അവനാണെങ്കിൽ ആർക്കും വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് ഫേക്കായിട്ട് സ്മൈൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവൻ്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യണം. അവന് ഗ്യാമിന് ഇനി ഇഷ്ടമാണെങ്കിൽ അവൻ്റെ മനസ്സ് ഫോളോ ചെയ്ത് അവളുടെ അടുത്തേക്ക് പോകാൻ പറ. ഞാനീ പറയുന്ന കാര്യം ഒന്ന് പെപ്പറിനെ അറിയിക്കണം, അവൻ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അതേസമയം ബാക്കി 5 മെമ്പേഴ്സിനെ കാണിക്കുമ്പോൾ ഇവരിപ്പോൾ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ നിൽക്കുകയാണ്. ആ സമയം ഇവരുടെ ഫോണാണെങ്കിൽ ഇവർക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം ജുന്നു എല്ലാവരും കൂടെ ആയിട്ട് പോയാണ് നിനക്ക് വേണ്ടി ഇത്രയും ചെയ്തത്, അവൻ്റെ ജോലി പോയെങ്കിലും നിനക്ക് വേണ്ടി അവൻ ഇത്രയും ചെയ്തു, സോ അവനെ പോയി മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ തെയ്യമാണെങ്കിൽ അവൻ്റെ ഫോണിൽ പോയിന് കോൾ ചെയ്തിട്ട് പോയിനെ അന്വേഷിച്ച് എല്ലായിടത്തേക്കും ഇറങ്ങുന്നുണ്ട്. പെപ്പറിനെ കാണിക്കുമ്പോൾ പെപ്പർ ഗ്യാമിൻ്റെ കോൺടാക്റ്റ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നാൽ വിളിക്കണോ വേണ്ടെന്ന് ആലോചിക്കുന്ന ടൈമിന് അവൻ്റെ ഫ്രണ്ട്സ് തന്നെ അവൻ്റെ ഫോണിൽ അത് കോളാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് സ്പീക്കർ കോളിലിട്ടിട്ട് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഗ്യാമും കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കാര്യം ഓക്കെ ആയതിൽ ഇവർ നമ്മുടെ ജുന്നിനും ഡീലാനും നാനോയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതേസമയം തെയ്യമാണെങ്കിൽ നമ്മുടെ പോയിനെ അന്വേഷിങ്ങനെ നടക്കുമ്പോഴത്തേക്കും സ്റ്റേജിൻ്റെ അവിടെ വെച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തെയ്യമിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോയിനെ കാണുന്നതും തെയ്യം അവനൊന്ന് ഹഗ് ചെയ്യുവാണ്. ആ സമയം പോയാണെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോയതില്ല, നിനക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് ചോദിച്ചപ്പോൾ തെയ്യമാണെങ്കിൽ ഇല്ല, എല്ലാ കാര്യങ്ങളൊന്നും നീ ഇത്രയും ശ്രമിച്ചിട്ടും എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിലും നീ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും നീയാണെങ്കിൽ എന്നെ വിട്ട് പോകാൻ പാടില്ല. അക്കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് ഒരുമിച്ചിരിക്കണം. ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടാവും, നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ വിട്ട് പോകരുത്, കൂടെ നിൽക്കണം. പിന്നെ നീ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇത്രയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്കെന്നും രാവിലെ എണീക്കുമ്പോൾ നിന്നെ കാണണം, ഒരുമിച്ച് വർക്കിന് പോകണം, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ വണ്ടർ എൻ്റർടൈൻമെൻറ്റിൽ ഇവരിൻ്റെ ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും ഇവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സീനും നമ്മളെ കാണിക്കുന്നുണ്ട്. അതേസമയം തെയ്യമും പോയി ബാക്കി സംസാരിക്കുന്ന കാണിക്കുമ്പോൾ തെയ്യമാണെങ്കിൽ ഇനി തൊട്ട് ഞാൻ ഒരു പാവപ്പെട്ട ആർട്ടിസ്റ്റാണ്, എൻ്റെ കൂടെ ജീവിച്ചോളെന്ന് പറയുന്നുണ്ട്. പോയോ അപ്പോൾ ഞാനും പാവപ്പെട്ടവനാ, ഇനി തൊട്ട് ഞാനും ഡയറക്ടറൊന്നുമല്ല, പഴയതുപോലെ തന്നെ പാർട്ട് ടൈം ജോലിക്ക് പോവേണ്ടി വരും, എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ രാവിലെ അലാറം അടിക്കുമ്പോൾ തന്നെ ഇവർ ഉറക്കം എണീക്കുന്നുണ്ട് ഒരുമിച്ച്, പിന്നീട് ഒരുമിച്ച് ബെല്ലയിക്കുന്നുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് ഒരുമിച്ചൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിന് ഫുഡ് കഴിക്കുന്ന ടൈമിന് പോയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
തെയ്യമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പെപ്പറിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. ആ സമയം അവൻ എങ്ങനെ ടെൻഷൻ ഉണ്ടാവാതിരിക്കും, നിൻ്റെ ലീഡർ സ്ഥാനം നീ അവന് കൊടുത്തില്ലേ എന്ന് പറയുന്നുണ്ട്. കണ്ടിട്ട് മാസ് ഗ്രൂപ്പ് വീണ്ടും പെർഫോം ചെയ്യാൻ പോകുവാണെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ 2 വഴിക്കാണ് പോവേണ്ടത്. അങ്ങനെ ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം പോയാണെങ്കിൽ അവൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥിരം കടയിൽ തന്നെ വരുന്നുണ്ട്. അവനങ്ങനെ അങ്കിളുടെ അടുത്ത് സംസാരിച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ടി വിയിൽ ലൈവ് വെക്കൊണ്ടിരിക്കായിരുന്നു. ലൈവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ലൈവ് തന്നെയാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ മാസ് ഗ്രൂപ്പ് പോയപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാസ് ഗ്രൂപ്പിനെ പെർഫോം ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മുടെ CEO എന്തുകൊണ്ടോ നമ്മുടെ മാസ് ഗ്രൂപ്പിനെ വീണ്ടും പെർഫോം ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ മാസ് ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കാണുമ്പോൾ അവിടെ ഇരുന്ന് CEOയും ഇവരുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. ആ സമയം മിക്കാണെങ്കിൽ CEOയുടെ അടുത്ത് നിന്നിട്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് നല്ല ടാലൻ്റ് ഉണ്ടല്ലേ എന്നിങ്ങനെ പറയാണ്. CEO അപ്പോൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, കോൺസേർട്ടിൻ്റെ ടൈമിന് നീ അവരെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിനെക്കുറിച്ചുള്ള സംസാരം നമ്മൾ ഇതിനായിട്ട് സംസാരിച്ച് തീർത്തിട്ടില്ല എന്ന് പറയാണ് മിക്കപ്പോൾ. പക്ഷേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായതില്ല, നിങ്ങളും ഹാപ്പിയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ CEOയും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ഈവനിങ് ആണെങ്കിൽ വർക്ക് കഴിയുന്ന ടൈമിന് ഇവർ 5 പേരും കൂടെ ആയിട്ട് തിരിച്ച് വൺ എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയം ഗ്യാമ് പെപ്പറിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബായ് പറഞ്ഞ് അവർ പോവുകയാണ്. ആ സമയം നമ്മുടെ നാനോ ആണെങ്കിൽ ഇടയ്ക്ക് നിന്നിട്ട് നമ്മുടെ ജുന്നിനെയും ഡീരാനെയും ഒന്ന് ഷിപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അവരടിച്ച് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ഇത് രണ്ടും ടോം ആൻഡ് ജെറി പോലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡീരാൻ ചെന്നു ഇവൻ്റോടെ ഞാൻ പോകത്തില്ല, മര്യാദയ്ക്ക് ഞങ്ങൾ ഷിപ്പ് ചെയ്യണം നിർത്തിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനോ അപ്പോൾ ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് പോവാം, തേം മിക്കവാറും പോയിൻ്റെ അടുത്ത് പോകുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് തേമിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് അവർ 3 പോവാണ്. തേം അപ്പോൾ പോയിനെ കോൾ ചെയ്തിട്ട് വർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോയാണെങ്കിൽ എൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് പറയാണ്. തേം അപ്പോൾ ഓക്കെ നമുക്ക് എനിക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോൾ കെട്ടിയുന്നുണ്ട്. അങ്ങനെ നേരെ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ബൈഫേണും അവൻ്റെ ഫ്രണ്ട്സും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ബൈഫേണിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ വർക്കിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. ബൈഫേൺ അപ്പോൾ മതി വർക്കിൻ്റെ കാര്യമൊക്കെ നിർത്ത്, പക്ഷേ ഇതുവരെ ആയിട്ട് നിൻ്റെ ആ ഒരു മിസ്റ്റർ ബിയിൽ മിസ്റ്റർ എ നീയാണെന്ന് മനസ്സിലായി, പക്ഷേ മിസ്റ്റർ ബി ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ എപ്പോഴാണ് മിസ്റ്റർ ബീനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു മൊത്തം ഇൻ്റർവ്യൂ നടത്തും. എന്നിട്ട് ഞാൻ അവനോട് ചോദിക്കും നിങ്ങൾ എവിടെ വെച്ചാൽ മീറ്റ് ചെയ്ത്, എങ്ങനെയാണ് സെറ്റായത്, എപ്പോഴാണ് സെറ്റായത് മൊത്തം ചോദിച്ചറിയും. എന്നിട്ട് ഞാൻ കണ്ടുപിടിക്കും അവൻ നിനക്ക് ചേരുന്ന പയ്യനാണോ ഇല്ലേന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്യം വരുന്നുണ്ട്. തെയ്യം മാസ്ക് വെച്ചിട്ടാണ് വന്നെങ്കിൽ നമ്മുടെ ബൈഫാണ് തെയ്യമിനെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. ഇവളാണെങ്കിൽ ഷോക്കായിട്ട് ശ്വാസം പോലും വിടാതിരിക്കുകയാണ്. ആ സമയം അവിടെ വന്നിരുന്നിട്ട് തെയ്യമാണെങ്കിൽ എൻ്റെ പേര് തെയ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ മാസ്ക് മാറ്റുന്നുണ്ട്. ആ സമയം ബൈഫായിട്ട് ജീവൻ ഒന്നുകൂടെ പോയപ്പോൾ നീയല്ലേ പറഞ്ഞ് ഇവനെ കാണുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ബൈഫായിട്ടാണെങ്കിൽ ബോധം കെട്ട് വീഴാണ്. അവരപ്പോൾ ബൈഫാണ് എണീക്കെന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിക്കുന്നുണ്ട്. ആ സമയം അവൾ ശരിക്കും ബോധം പോയിട്ടുണ്ടായിരുന്നില്ല. അവളതുകൊണ്ട് എഴുന്നേറ്റിട്ട് ദൈവം ഇത് ശരിക്കും തെയ്യമാണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. തെയ്യം അപ്പോൾ നീയല്ലേ ബൈഫാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ബൈഫാൻ ഇപ്പോൾ തെയ്യമിന് എൻ്റെ പേരറിയാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളുടെ ബോധം പോവാണ്. അതിനുശേഷം ഇവരാണെങ്കിൽ അവളെ എണീപ്പിച്ചിട്ട് പിന്നെ ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്നിട്ട് ഇത് ആക്ച്വലി റീയൂണിയൻ പാർട്ടി പോലെയായിരുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി. പിന്നെ തെയ്യമിൻ്റെ ഫാൻസായിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നിട്ട് പോയിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ തെയ്യമിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. എന്നാൽ മാറുമ്പോഴത്തേക്കും തെയ്യം നീയും വന്ന് പറഞ്ഞിട്ട് പോയിനെയും ആ ഫോട്ടോയിൽ കൂടെ കയറ്റുന്നുണ്ട്. അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഡ്രിങ്ക് ആയിട്ടിരിക്കുകയാണ്. റീയൂണിയൻ പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ പോയിയുടെ എക്സായിട്ടുള്ള ഏണും ഉണ്ടായിരുന്നു. അങ്ങനെ ഏണും ഒരുവിധം ഡ്രിങ്കായി കഴിയുമ്പോഴത്തേക്കും പോയിയുടെ അടുത്ത് വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. വൈഫാണ് അപ്പോൾ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ മാറി നിൽക്കട്ടെന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ച് മാറ്റിയിട്ട് നമ്മുടെ പോയിയുടെ സംസാരിക്കുന്നുണ്ട്. രണ്ടും കൂടെ ഡ്രിങ്ക് ചെയ്തിട്ടാണ് ഈ വക പരിപാടി കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പോയും തെയ്യും ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് പോവാണ്. പോകുമ്പോൾ ഇവർക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ടൈമിന് പോയാണെങ്കിൽ ആ റീയൂണിയൻ പാർട്ടി ഇത്ര അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ തെയ്യവും അതെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പോയപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു റീയൂണിയൻ പാർട്ടി ഞാൻ പോയിട്ടില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെക്കാളും സക്സസ് ആയി, ഞാനാണെങ്കിൽ ഒരിടത്ത് എത്താതെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജോലിനെ പറ്റി ലൈഫിനെ പറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് പേടിയായിരുന്നു. എന്നാൽ നീ എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി എനിക്ക് എങ്ങനത്തെ ലൈഫാണോ വേണ്ടത് അത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീട്ടിൽ പോകാൻ തുടങ്ങുകയാണ്. അതിന് പോകുന്ന ടൈമിൽ തെയ്യം ഇന്ന് വീട്ടിൽ പോയിട്ട് നമുക്ക് ഏത് സിനിമ കാണാമെന്ന് ചോദിച്ചപ്പോൾ പോയാണെങ്കിൽ ആദ്യം ആ സിനിമ ഒന്ന് കണ്ട് തീർത്തിട്ട് നമുക്ക് അടുത്ത സിനിമ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ടൈം ഒരു സിനിമ ഒരുമിച്ച് കാണാതിരിക്കുമ്പോഴാണ് നമ്മുടെ തെയ്യം പോയി ഇൻറ്റിമേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ സിനിമ അവർ കണ്ടു തീർത്തില്ല. അതുകൊണ്ട് ആ സിനിമ ഇപ്പോൾ കണ്ട് തീർക്കാമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വീട്ടിൽ പോയിട്ട് അവരിന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഫോണിൽ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയം നമ്മൾ പോയിട്ട് ആ പാരൻസ് കോൾ ചെയ്യുവാണ്. അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ തെയ്യമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു സിനിമ കാണുന്ന ടൈമിന് അന്ന് സംഭവിച്ച പോലെ തന്നെ തെയ്യമാണെങ്കിൽ പോയിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോയപ്പോൾ അന്നത്തെ പോലെ തന്നെ സിനിമ കാണാൻ അത് നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ തെയ്യമാണെങ്കിൽ അതിന് ഞാൻ സിനിമ കാണാൻ പോവാണെന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോയിനെ കിസ് ചെയ്തിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്.
അതും കാണിച്ചുകൊണ്ട് തേമ്പോ എന്ന് പറയുന്ന ഈ ഒരു എൻ്റയർ സീരീസ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച മാർസ് ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് സബ് ടൈറ്റിൽ കിട്ടിയില്ല, ഈ എപ്പിസോഡിൽ സബ് ടൈറ്റിൽ കിട്ടി. ഈ ഒരു വീഡിയോയിൽ മെയിൻലി കാണിക്കുന്നത് നമ്മുടെ ഡീലാൻ്റെയും ജുന്നിൻ്റെയും ചെറിയൊരു ഷിപ്പാണ്. കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിലും ആ ഒരു ഭാഗം വന്നപ്പോൾ ഇവരുടെ ചെറിയൊരു ഷിപ്പ് ഉണ്ടായിരുന്നു. എന്നങ്ങനെ കെമിസ്ട്രി ആയിട്ടൊന്നുമല്ല, ഇവർ തമ്മിൽ ചെറിയൊരു ടോം ആൻഡ് ജെറി കളി പോലെ കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ ഒരു എപ്പിസോഡിലും അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് നമ്മുടെ ഡീലാനാണെങ്കിൽ അവൻ്റെ മുടിയിൽ ഹെയർ കളർ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. എന്നാൽ ജുന്നാണെങ്കിൽ വന്നിട്ട് നീ കാരണം എല്ലാവരും സമയം പോകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഞാനും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് മതി 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 എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടിനെയും വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ആ ഹെയർ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ നീ അവന് മുടിയിൽ അത് തേച്ച് കൊടുക്ക്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോവാണ്. അങ്ങനെ ഇവരുടെ ഒരു മാത്രം ഒറ്റയ്ക്കാകുന്നുണ്ട്. ആ സമയം ഡീലാനാണെങ്കിൽ എന്തെങ്കിലും നീ കോളമാക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, മനുഷ്യൻ്റെ സമയം പോകുമെന്ന് പറയുന്നുണ്ട്. ഡീലാനപ്പോൾ ഒന്നുകൂടെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ജുന്നാണെങ്കിൽ എൻ്റെ കയ്യിലല്ലേ ഇപ്പോൾ ഇതിരിക്കുന്നത്, നിൻ്റെ കാര്യം കട്ടപ്പോകയെന്ന് പറഞ്ഞിട്ട് അവ ഇന്ന് ചിരിക്കുന്നുമുണ്ട്. അതിനുശേഷം മുടിയിൽ ഹെയർ കളർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ സമയത്ത് രണ്ടും തമ്മിൽ പരസ്പരം ഐ കോൺടാക്ട് വരുന്നുണ്ട്. അതായത് ഒരാൾ നോക്കുന്ന സമയത്ത് മറ്റേ ആൾ നോക്കാത്ത പോലെ ഇരിക്കും, എന്നാൽ അയാൾ തിരിയുമ്പോൾ ഇയാൾ നോക്കും. ആ കണക്കിന് എന്നാൽ പരസ്പരം നോക്കുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കണക്കിന് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുകയാണ്. അങ്ങനെ ഹെയർ കളർ ചെയ്ത് കഴിയുമ്പോൾ ഡീലാനാണെങ്കിൽ ജുന്നിനെ പറഞ്ഞു വിടാതെ ഇവിടെ നിൽക്ക്, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ മുടി വാഷ് ചെയ്ത് തരാനൊക്കെ പറയുന്നുണ്ട്. ജുന്നപ്പോൾ ഞാനത് ചെയ്തു തരണോ, ഞാൻ തന്നെ ചെയ്തു തരണോ എന്നുള്ള രീതിയിൽ ഇവിടെ നോക്കുന്നുണ്ട്. ഡീലാനപ്പോൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്, നീ തന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീടിൻ്റെ അകത്തിരുന്നിട്ട് തേയുമ്പോയും അവർക്ക് ഹെയർ കളർ ചേഞ്ച് ചെയ്യണം, ഏതായിരിക്കും മാച്ച് ആവുക എന്നൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം തേയുമാണെങ്കിൽ ഇനി അഥവാ നമുക്ക് എല്ലാവർക്കും മാർസ് ഗ്രൂപ്പായിട്ട് കൊറിയയിലേക്ക് പോകാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നീയും ഞാനും കുറച്ച് ദൂരമായിട്ട് നിൽക്കേണ്ടി വരും, എന്നാലും ഞാനുമായിട്ട് ബ്രേക്കപ്പായി കളയരുതെന്ന് പറയുന്നുണ്ട്. പോവുകയാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. കണ്ടിട്ട് മിക്കവാറും വൺ എൻ്റർടൈൻമെൻറ്റ് ഇവരെ തിരിച്ചെടുത്തെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഇവരെല്ലാവരും ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം തന്നെ ഇവർ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജുന്ന് അവൻ്റെ ഫോട്ടോ നോക്കിയിട്ട് എൻ്റെ പൊന്നെ ജുന്നെ കാണാൻ ഒരു ലുക്കായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ മൊത്തം അങ്ങ് എൻഡ് ആവുന്നുണ്ട്. എനിക്ക് ഈ സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കംഫോർട്ട് വരുന്നൊരു സീരീസായിരുന്നു. മറ്റ് സീരീസിനെ പോലെ ഭയങ്കര വലിയ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല, സ്ട്രെസ്സൊന്നും അധികം തരത്തില്ല, എന്നാലും ഉണ്ടായിരുന്നു. ബട്ട് ഒരു ഫീൽ ഗുഡ് സീരീസായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു വെച്ചിട്ട് മിക്കവർക്കല്ല കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സീരീസായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇനി നിങ്ങളും കൂടെ പറയേ നിങ്ങൾക്ക് ഈ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ. എനിക്കെന്തായാലും ഇതേ സെയിം കാസ്റ്റിനെ വെച്ചിട്ട് മറ്റൊരു സീരീസ് ആണെന്ന് നല്ല ആഗ്രഹമുണ്ട്. കിട്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.